9 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ ശ്രീനഗർ മണ്ഡലം ഉൾപ്പെടെ 96 മണ്ഡലങ്ങളിലേക്കുള്ള 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സ്വാതി സന്തോഷ് ചേരുന്നുണ്ട്. സ്വാതി, 4ാം ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയം വേറൊരു ദിശയിലേക്ക് മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ED അറസ്റ്റ് ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാരത്തിന് ഇടയായ അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യം നേടി പുറത്തിറങ്ങിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലടക്കം അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കുകയും ചെയ്യുന്നു. 96 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും കെജ്രിവാളിൻ്റെ വിഷയം? സിജു സൂചിപ്പിച്ച പോലെ തന്നെ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചത് വലിയ തിരിച്ചടി തന്നെ എന്തായാലും കേന്ദ്രത്തിനും മോദി സർക്കാരിനും ഉണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം വലിയ പ്രചാരണങ്ങളാണ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് ഷോയിലടക്കം വലിയ പങ്കാളിത്തമുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലുടനീളം തന്നെ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും എതിരെയും കടുത്ത ആക്രമണങ്ങൾ അല്ലെങ്കിൽ വലിയ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. BJPയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് അതെല്ലാം തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ പച്ചയായി തുറന്നു കാണിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾക്കാണ് കെജ്രിവാൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ കനത്ത തിരിച്ചടി BJPക്ക് ഉണ്ടാകും എന്ന ആശങ്കയിലാണ് എന്തായാലും നാളെ 4ാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുന്നത്. 9 സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീരിലെ ശ്രീനഗറും ഉൾപ്പെടെ 96 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിലും 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും ഉൾപ്പെടെ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായത് ഇപ്പോൾ BJPക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയുണ്ട്. ആശങ്കയിലാണ് BJP. അത് ആ കണക്കൊക്കെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും 4ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയാവുന്ന വിഷയത്തിൽ എന്തായാലും 4ാം ഘട്ട വോട്ടെടുപ്പിൽ BJP അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കിക്കാണും. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും നാളെ എന്തായാലും ഒറ്റഘട്ടത്തോടെ വോട്ടെടുപ്പ് കഴിയും. മൊത്തത്തിലുള്ള നില പരിശോധിച്ചു കഴിഞ്ഞാൽ BJP അല്പം പരിങ്ങലിലാണ് തന്നെ പറയേണ്ടിയിരിക്കും. എന്നാൽ ഇന്ത്യ മുന്നണിക്കും ആം ആദ്മി പാർട്ടിക്കുമൊക്കെ വലിയ ആവേശമുണ്ട്. വലിയ ഊർജ്ജത്തോടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. വലിയ പ്രതീക്ഷയാണ് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. അത് 4ാം ഘട്ടത്തിലെ വോട്ടെടുപ്പിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത്. ശരി, സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 4ാം ഘട്ടം നാളെ 96 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും.